മോഹന, നീ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന്. ഇപ്പൊ എന്താ അഞ്ജു അവളും അങ്ങനെ തന്നെ പറഞ്ഞത്, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ലെന്ന്. ഞാൻ ഒരിടം വരെ പോവുക, 2 ദിവസം കഴിഞ്ഞേ വരൂ. ഞാൻ തിരിച്ചു വരുമ്പോ അഞ്ജു നീ ഇപ്പൊ പറഞ്ഞല്ലോ, ഇത് മാറ്റിപ്പറയും. കിഷോർ, ഞാൻ തിരിച്ചു വരുന്നവരെ നിങ്ങൾ ഇവിടെ കാണണം, എവിടെയും പോരുത്. മായ എവിടേക്ക് പോകും? കൂടുതൽ ചോദ്യം വേണ്ട, പറഞ്ഞത് മാത്രം കേട്ടാൽ മതി. ചേച്ചി, ഞാൻ പോവാ. ഞാൻ തിരിച്ചു വരും. പാപ്പാ, മമ്മി എന്താ പെട്ടെന്ന് പോയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാ മമ്മിക്ക് കിഷോറേട്ടാ, മായ്മ പേടിച്ചോടിയാ? പേടിച്ചോടിയതാണെന്ന് ചോദിച്ചാ അങ്ങനെ എനിക്ക് തോന്നിയത്. എന്നെ ഉൾപ്പെടെ എല്ലാവരെയും വരച്ച വരയിൽ നിർത്തുന്നതാണ് മായയുടെ ശീലം. അതിന്റെ ഒരു തണ്ടിയിടത്തിലും കോൺഫിഡൻസിലൊക്കെയാണ് ഇവിടെ കയറി വന്നത്. പക്ഷെ ആ കോൺഫിഡൻസും തണ്ടിയിടമൊക്കെ ആവണിയും ത്രിവേണിയും കൂടി അടിച്ചില്ലാണ്ടാക്കി. അതുകൊണ്ട് മായ ഇനി തിരിച്ചു വരുന്ന എനിക്ക് തോന്നുന്നില്ല. തോറ്റ മുഖത്തോടെ നിങ്ങളെ ഫേസ് ചെയ്യാൻ മായക്ക് പറ്റില്ല. എന്നോടവിടെ നിൽക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു 2 ദിവസത്തിലൊരു കോൾ വരും, കയറി വാ എന്ന് പറഞ്ഞു. പോണ്ടി വരും. അത് പറ്റില്ല. അതെന്താ, നിന്റെ അമ്മ ഇവിടെ വന്ന് കിടന്ന് ഞങ്ങളെ ദ്രോഹിക്കണോ? അല്ല, അങ്ങനെയല്ല. പിന്നെ എന്നാൽ ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് വന്നിട്ട് എന്റെ കഴുത്തിന് പിടിക്കാനല്ലേ മായമക്ക് പറ്റിയുള്ളൂ. അപ്പൊ ഇനി ആവണിക്ക് ഹാപ്പി ആയിട്ട് ജോലിക്ക് പോകാൻ ഒരു തടസ്സവും. ഞാൻ ജോലിക്ക് പോകുന്നതിൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോടി? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഏട്ടത്തി പഠിച്ചു നേടിയ ജോലിയല്ലേ, ഏട്ടത്തി പോണം. അല്ല ചേച്ചി, അങ്ങനെയല്ലല്ലോ മുമ്പ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ ഇവിടെ ജീവിക്കണേ, അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. എന്തായാലും ആ പേടി നല്ലതാ. നീ വാടി. ആ, മായമ്മ പോയ സ്ഥിതിക്ക് വീണ്ടും ഇവരുടെ ചെണ്ടയായി ജീവിക്കാൻ എന്റെ വിധി. കൊള്ളാലേ? എന്ത് അഞ്ജു അടിമയായി ജീവിക്കുന്നത്? അതല്ല, ത്രിവേണി പവർഫുൾ ലേഡി അല്ലേ? കെട്ടുവാണേ ഞാൻ ത്രിവേണിയെ കെട്ടുള്ളൂ. തട്ടുവാണെങ്കിൽ നിന്റെ മമ്മി നിന്നെ തട്ടും. എന്റെ പൊന്നു മോനെ, 2 ദിവസം കൊണ്ട് നിന്റെ മമ്മിയുടെ കോള് വരും. പിന്നെ നമ്മൾ കയറി പോകേണ്ടി വരും. അതുകൊണ്ട് ഈ പരിസരത്ത് നിനക്ക് നിൽക്കാൻ പറ്റില്ല. ത്രിവേണിയുടെ കാര്യം വിട്ടേക്ക്, അത് നടക്കൂല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ത്രിവേണിനെ സെറ്റാക്കിയിരിക്കും പാപ്പാ. അർജുനെ, നീ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങരുത്. നിന്റെ മമ്മി ഇപ്പൊ ഇവിടെ നിന്ന് ഓടിപ്പോയതേ ഉള്ളൂ. അത് പെണ്ണുങ്ങൾ തമ്മിലുള്ള പ്രശ്നം. നീ തല്ല് വാങ്ങിയല്ലേ, അത് മഹാമോശ, നാണക്കേട.
അത് പപ്പ എനിക്ക് വിട്ടേക്ക്. ഞാൻ അവൾ ഇംപ്രസ് ചെയ്തിരിക്കും പപ്പ. എങ്ങനെ ഇംപ്രസ് ചെയ്യാനാ നിന്റെ പ്ലാൻ? ധൈര്യത്തോടെ പെൺകുട്ടികൾ മുമ്പിൽ ചെന്ന് ഇഷ്ടാന്ന് പറഞ്ഞ ആൺപിള്ളേരെ പെൺപിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു സൈക്കോളജി പപ്പ. ബെസ്റ്റ് സൈക്കോളജി. കഷ്ടപ്പെടും. സാറേ, ഞാൻ അയച്ച ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തോ? അത് ഓക്കെ ആണെങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാം. ഇല്ല ഡിലേ ഒന്നും കട്ട് ചെയ്യില്ല, അർജന്റ് കോളാ. നിങ്ങളെ ഞാൻ പോയിട്ട് വിളിച്ചാ മതി. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ കുഞ്ഞമ്മ യക്ഷിയാണ്, ഇവിടുത്തെ അമ്മയേക്കാൾ വലിയ ടെററാണ്. എന്നിട്ടിപ്പോ എന്തായി? അവരോടിയാ. അവര് പോയ വഴിക്കേ പുല്ല് പോലും മുളച്ചിട്ടില്ല. ഇതിലും ഭേദം ഞാനാണ്. ഒന്നുമില്ലെങ്കിൽ ഇത്രയും കൊല്ലം ഞാൻ ഇവിടെ നിന്നില്ലേ? ഞാൻ ഓടിയാ? ഇല്ലല്ലോ. നീ ഇപ്പൊ ഇതൊക്കെ എന്തിനാ എന്നോട് പറയണേ? നിങ്ങളോടല്ലാതെ ഞാൻ വേറെ ആരോട് പറയാനാ? നിങ്ങളല്ലേ അവർക്ക് ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ടു കൊടുത്തത്. എന്നിട്ടിപ്പൊ എന്തായി? ഞാൻ അതും വിശ്വസിച്ച് വീണ്ടും ഏട്ടത്തി വെറുപ്പിച്ചു. നിങ്ങളുടെ കുഞ്ഞമ്മയാണെങ്കിൽ അവരുടെ പാട് നോക്കിപ്പോയി. ഞാൻ ആരായി? ആ, അതാണ് കാര്യം. നീ ഒരു കാര്യം ചെയ്യ്, ഏട്ടത്തിയായിട്ടേ പഴയ പോലെ സ്നേഹത്തിലാവും. നീ ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയതല്ലേ, അതിനൊക്കെ ഒരു പരിഹാരം ആവട്ടെ. പിന്നെ എനിക്ക് അതാണല്ലോ പണി. ആ പണിയാ ബെറ്റർ. അല്ലെങ്കിൽ ഏട്ടത്തിനും ത്രിവേണിയുടെന്നേ ഇനിയും നീ ചെണ്ട പോലെ വാങ്ങിച്ചു കൂട്ടും. അതെനിക്കിനി കാണാൻ വയ്യ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യല്ലേ? അതായിരിക്കും നല്ലത്. എടാ, മായമ്മയും അമ്മയും ത്രിവേണിക്കുഞ്ഞമ്മയും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ അർജുനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ പ്രശ്നം തീർക്കാൻ നമ്മൾ ശ്രമിക്കണ്ടേ? അവരെ പ്രശ്നം തീർക്കാനേ അമ്മയല്ല അച്ഛനാണ് തീരുമാനിക്കണ്ടേ. നമുക്കൊന്ന് ഇടപെട്ടാലോ? നമ്മൾ എത്രയോ പ്രാവശ്യം ശ്രമിച്ചിരിക്കണു. അന്ന് അച്ഛനെ കുത്തിരിപ്പിക്കാൻ ആ വക്കീലുണ്ടായിരുന്നു. ഇന്ന് അച്ഛനെ കുത്തിരിപ്പിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ നമുക്ക് വേണ്ടി അച്ഛൻ കേൾക്കും. നമുക്കിപ്പം തന്നെ പോവാ. മായ പോയി, ഇനി ഞാൻ തന്നെ ചെയ്യണം. ഞാനാണ് അവളുടെ ജോലി കളഞ്ഞെന്ന് അവൾ അറിയരുത്. പറ്റിയ 2 ദിവസത്തിനകം അവൾക്കൊരു സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുക്കണം. അച്ഛാ, അച്ഛനെ പേടിക്കുന്നേ? ഞാൻ പേടിച്ചില്ല. എന്താ നിങ്ങൾ വന്നെന്താ? അച്ഛാ, അച്ഛൻ അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തുകൂടെ? അമ്മയായിട്ട് എന്ത് പ്രശ്നം? അച്ഛൻ അമ്മ ജോലിക്ക് പോകുന്നോണ്ട് വല്ല പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? അമ്മ ജോലിക്ക് പോകുന്നോണ്ട് എനിക്കെന്താ പ്രശ്നം? അമ്മ എപ്പോഴും ജോലിക്ക് പോകുന്നില്ലേ? അച്ഛാ, കോടതി വെച്ചെല്ലാം പറഞ്ഞു തീർത്തല്ലേ, പിന്നെ അച്ഛനെ വീണ്ടും തുടങ്ങിയത്. അമ്മയ്ക്ക് അച്ഛനോട് യാതൊരു പ്രശ്നവും ഇല്ല. വഴക്കാണെങ്കിൽ അമ്മ ഞങ്ങളുടെ റൂമിലല്ലേ വരേണ്ടത്. ഇപ്പൊ അച്ഛൻ്റെ കൂടെ അല്ലേ അമ്മ കിടക്കുന്നത്. അപ്പം തന്നെ അച്ഛന് മനസ്സിലായിക്കൂടെ അമ്മയ്ക്ക് അച്ഛനോട് യാതൊരു പ്രശ്നമില്ലെന്ന്? മോളെ, അച്ഛനൊരു പ്രശ്നവും ഇല്ല. മായമ്മ പോയി, ഇപ്പൊ അച്ഛനെ പറഞ്ഞു തിരിപ്പിച്ച വക്കീലും പോയി. ഇനി അച്ഛനും അമ്മയ്ക്ക് ഹാപ്പി ആയിട്ട് ജീവിച്ചുകൂടെ? നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു പിള്ളേരെ? ഭക്ഷണം കഴിക്കൊന്നും വേണ്ടേ? വാ. അമ്മ, ഞങ്ങൾക്ക് അച്ഛനോടും അമ്മേനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ. എന്ത് കാര്യം? അമ്മയ്ക്ക് അച്ഛനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? എനിക്കോ? എനിക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. അച്ഛന് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? എനിക്കെന്ത് ദേഷ്യം? എനിക്കൊരു ദേഷ്യമില്ല. പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കാണോ പ്രശ്നം? എന്നാ വാ അച്ഛാ, നമുക്ക് ഒരുമിച്ച് ഇന്ന് കഴിക്കാം. അമ്മ, അച്ഛനെ വിളി. ഓനേട്ടാ, വാ ഭക്ഷണം കഴിക്കാം. അമ്മ വിളിച്ച് കേട്ടില്ല അച്ഛാ. വാ.
നടക്ക്. ചെല്ലമ്മ വരാം. ആ ചായയും കടിയാണല്ലോ. എടുക്ക്. ചേച്ചിയോട് ഇരിക്കേ. ഞാൻ ഇരുന്നോളാം മോളെ. ഡാബി, നീ അപ്പുറത്തിരിക്കേ. അതെന്തിനാ? അപ്പുറത്തിരിക്കേ. അമ്മേ അവന് നീ ഇവിടെ ഇരിക്കേ. ചേട്ടൻ പറഞ്ഞതല്ലേ, വാ ചേച്ചി ഇരിക്ക്. രണ്ടുപേരെ ഇതുപോലെ കണ്ടിട്ട് എത്ര നാളായി. സത്യം, ഇതുപോലെ ഹാപ്പി ആയിട്ട് പോയാൽ മതിയായിരുന്നു. എല്ലാം ഓക്കെയാണ്. ഹാപ്പി ആയിട്ട് പോകുന്നു. വഴക്കടിപ്പിക്കാൻ ഇപ്പോൾ ഇവിടെ മഴയില്ലല്ലോ, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ത്രിവേണി, ആ പരിപ്പോടെ നിർത്താറ്. ത്രിവേണി കഴിക്കുന്നുണ്ട്. അമ്മ ആഗ്രഹിച്ച പോലെ ഞാനും മോഹനേട്ടനുമായിട്ടുള്ള വഴക്കൊക്കെ തീർന്ന് ഇനി ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുമെന്നാ തോന്നുന്നത്. തോന്നലൊന്നും അല്ല ചേച്ചി, ചേച്ചി ഇനി സന്തോഷത്തോടെ ജീവിക്കും. ഇപ്പൊ നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ ആരുമില്ല. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ അത് ഞാനും മാളും അഭിയും കൂടെ ഡീൽ ചെയ്യും. വേറൊന്നുമല്ല, മോഹനേട്ടനായതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു സംശയം. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ത്രിവേണി, എന്താ? ചേച്ചിയുടെ ചേട്ടൻ്റെ കാര്യം മാത്രം പരിഗണിച്ചാൽ മതിയോ? നമ്മളെ കൂടി ഒന്ന് പരിഗണിക്ക്. താൻ തന്നെ പണി നോക്കി പോടോ. അമ്പലം പണി ഡേറ്റ് ഇല്ല. എന്താണ് രണ്ടും കൂടെ? ഉറക്കൊന്നുമില്ലേ? അച്ഛൻ എന്തേമ്മ? അച്ഛൻ എന്തോ ഓഫീസ് കോൾ ഉണ്ടെന്ന് പറഞ്ഞ് പുറത്ത് നിൽപ്പുണ്ട്. ഇപ്പൊ വരും. എന്താ? എന്നാ അമ്മ കിടന്നു. ഗുഡ് നൈറ്റ് അമ്മ. ശരി മക്കളെ. മക്കളെ, നിങ്ങൾ കിടന്നില്ലേ? കിടക്കാൻ പോണ വഴിക്ക് ചുമ്മാ ഒന്ന് കയറി വന്ന. എന്തിന്? ഈ മുറിയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്തെന്ന് അറിയണ്ടേ? ഒന്നിപ്പിച്ചവരുടെ ഉത്തരവാദിത്തമാണല്ലോ ഒന്നിച്ചവര് വഴക്കിടില്ല എന്ന് ഉറപ്പുവരുത്തുന്നത്. എന്നിട്ട് ഉറപ്പ് വരുത്തിയ? ആ കൊഴപ്പല്ല. മതി മതി, ചെന്ന് കിടക്കാൻ നോക്ക്. നാളെ സ്കൂളിൽ പോണ്ട. ചെല്ല്. ഓ, ഇപ്പൊ നമ്മളൊന്നും വേണ്ടല്ലേ. വാടാ. കിടക്കാം. ആ, നിനക്ക് രാവിലെ എഴുതേക്കണോ? ആ, എനിക്ക് 8:30 ആവുമ്പോ പോണം. ആ,
നല്ല അവള് പോയി ജോലി കേട്ടു. എന്തിനാ വെറുതെ ഒരു പ്രശ്നം? അവണി, ഞാൻ നേരത്തെ നിന്നോട് ചെയ്തോന്നും മനസ്സിൽ വെക്കരുത്. ഇല്ല, നിങ്ങൾ കിടക്കാൻ നോക്കും. അവണി വാ, ഇരിക്കി മക്കളെ, വാ ഇരിക്കി. ത്രിവേണി വാ ഇരിക്കി. ഇതൊക്കെ എന്താ? ആ, എന്തായാലും നീ ജോലിക്ക് പോണല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ച് കുക്ക് ചെയ്താക്കാന്ന്. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല കഴിക്കാം. നീ ഫുഡൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്? ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ കിച്ചണിൽ വന്നതാ. അപ്പൊ മോഹനേട്ടനാ പറഞ്ഞ റെസ്റ്റ് എടുത്തോ, ഏട്ടൻ ഉണ്ടാക്കിക്കോളാം. വാ ഇരിക്കി, ലേറ്റ് ആവുന്നു. ഞാൻ എടുത്തോളാം. മതി. മതി. ഇതെന്ത് അത്ഭുതം? കണ്ടു പഠിക്ക്. എടാ ഇരിക്കടാ, ഇരിക്കഞ്ചു. മോളെ വെള്ളം എടുത്ത്. ഞാൻ എടുത്തോളാം. അയ്യോ മതിയാക്കിയോ? മതി, ലേറ്റ് ആവും. ഞാനൊന്ന് ഇറങ്ങാം. ഞാൻ അവളെ യാത്രയാക്കിയിട്ട് വരാം. അഞ്ജു ചേച്ചിയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്ത? സന്തോഷമുണ്ടല്ലോ. എന്നിട്ട് അതൊന്നും കാണുന്നില്ലല്ലോ. അവണി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയുണ്ട്. അവൾ എന്നെ പിക്ക് ചെയ്യും. ഞാൻ അവളുടെ കൂടെ പൊക്കോളാം. എങ്കിൽ ശരി, പോയിട്ട് വരാം. ഓക്കെ. അവള് ജോലിക്ക് പോയാൽ ശരിയാവില്ല. അവളോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തതാ. അവള് ജോലിക്ക് പോയിക്കോട്ടെ.
അവള് ജോലിക്ക് പോവണ്ട.